Good morning, ladies and gentlemen. Well, Samsung Galaxy Watch Ultra. നിങ്ങൾ വീഡിയോയിൽ കണ്ടത് തന്നെയാണ്. ദുബായിൽ ഈ സാധനം മേടിക്കാൻ 1160 ദർഹമാണ്, വിച്ച് ഈസ് കൺവേർട്ടഡ് ടു 27,000 റുപ്പീസ്. നമ്മൾ ഇന്ത്യയിൽ ആമസോണിൽ ഇതിൻ്റെ വെള്ള കളറിന് 38,000 രൂപയ്ക്ക് കിട്ടും. വെള്ള കളർ മാത്രം കേട്ടോ. അതേപോലെ നിങ്ങൾ കൊച്ചി IT നെറ്റിൽ പോയി ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് 36,000 രൂപയ്ക്ക് സാധനം തരും. പിന്നെ ഒരുപാട് കാർഡ് ഓഫർ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു 32 വരെയൊക്കെ ഈ സാധനം നിങ്ങൾക്ക് ഇപ്പം മേടിക്കാൻ കിട്ടും. അല്ലാതെ ഇത് ഇന്ത്യയിൽ മേടിക്കാൻ 60,000 രൂപയാണ്. Good morning, ladies and gentlemen. Welcome to your favorite. അപ്പോൾ 27,000 രൂപയ്ക്ക് ഈ സാധനം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് മേടിച്ച് നോക്കാം. രണ്ട് കാര്യമുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൈസായിട്ടൊന്ന് ജിമ്മിൽ പോയി തുടങ്ങിയടേ. 2 ദിവസമായി. എൻ്റെ ബാക്ക് ഇഷ്യൂ അതൊരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ ഞാൻ എത്ര നാളെന്ന് പറഞ്ഞിടേ ഒന്നും ചെയ്യാതെ ബോഡി അനക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് പതുക്കെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് 2 ദിവസം ഞാൻ പോയി. പക്ഷേ ഇന്നിത്തിരി കാല് തരിപ്പ് ഉള്ളത് കൊണ്ട് ഇന്ന് ഞാൻ റെസ്റ്റ് എടുത്തേക്കാണ്. നാളെയും പോവും. മാക്സിമം ട്രൈ ചെയ്യും. ബിക്കോസ് വെറുതെ ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. ഒരു കുറച്ചും കൂടെ നല്ലൊരു വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ വേണം. അല്ലെങ്കിൽ സ്ട്രെങ്ത്തും, എനിക്ക് ഒട്ടും സ്ട്രെങ്ത് ഇല്ല അപ്പോൾ അത് കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തിനാണെങ്കിലും അതിന് വേണ്ടി മേടിച്ചതാണ്. കോമഡിയാണ് ഇതിനെ പറ്റി പറയാനാണെങ്കിൽ. ഈ സാധനം ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയിലാണ് ഈ സാധനം മേടിക്കുന്നതെങ്കിൽ, അതായത് ഈ പറയണ അണ്ണനെ നിങ്ങൾക്ക് ജിമ്മിൽ ട്രാക്ക് ചെയ്യാൻ, നിങ്ങളുടെ വോക്ക് മറ്റത് മറിച്ചത്, നിങ്ങളുടെ ഒരു ലൈഫ് ഒരു ജിം പരിപാടിക്ക് വേണ്ടി ഈ സാധനം ഞാൻ ഒരിക്കലും പറയില്ല മേടിക്കാനായിട്ട്. ബിക്കോസ് ഇതിനേയും കാട്ടിലും നല്ലത് ഇതിൻ്റേതായ ഒരു 1 സ്റ്റെപ്പ് ഒരു സാധനമുണ്ട് താഴെ ഇപ്പോൾ ഇറങ്ങിയ ഗാലക്സി വാച്ച് 7 ആ സാധനം മേടിക്കാനായി. ബിക്കോസ് അതിന് വെയിറ്റ് കുറവാണ്. പിന്നെ ഞാൻ ആപ്പിൾ വാച്ച് സീരീസ് 10 മേടിച്ചവനാണ്. ആ സത്യം പറഞ്ഞ് ആ സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്യുള്ളായിരുന്നുള്ളൂ. ഏറ്റവും സുഖം അതാണ്. അതായത് നമ്മുടെ കാര്യം നടക്കും. അതായത് കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പക്കയായിട്ട് നമുക്ക് ഡാറ്റ തരണം. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു പരിപാടി. അല്ലാതെ കാലറി കൗണ്ടൊക്കെ ഷോകമാണ്. പിന്നെ സ്റ്റെപ്പ് കൗണ്ട് നല്ലൊരു പരിപാടിയാണ്. ഇതും ആപ്പിൾ വാച്ചൊക്കെ നല്ലതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാംസങ്ങിൻ്റെ UI ഈസ് നൈസ്. അതായത് ഇതിൻ്റെ UI നല്ലതാണ്. നമ്മൾ 10 മിനിറ്റ് ത്രെഡ്മില്ലിൽ നടക്കുകയാണെങ്കിൽ കറക്റ്റ് കാണിക്കും നിങ്ങൾ 10 മിനിറ്റായിട്ട് ത്രെഡ്മില്ലിൽ നടക്കുകയാണെന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ഇതിൽ വരും. നിങ്ങൾ 10 മിനിറ്റ് മറ്റേ സാധനം ഉണ്ടല്ലോ, എന്തൊരു ഇലക്ട്രിക്കില് എന്തൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് പറയും നിങ്ങൾ 10 മിനിറ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈക്ലിംഗ് ചെയ്യണമെങ്കിലും അത് കറക്റ്റാണ്. അത് യാതൊരു ഡിഫോൾട്ടും എനിക്കിതിന് പറയാനില്ല, പക്കയാണ്. അതേപോലെ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. പടപടാന്ന് നമ്മൾ എത്രത്തോളം ഇത് കാണിക്കുക, അതൊക്കെ എത്ര ആക്യുറേറ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. നമ്മളൊരു ത്രെഡ്മിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒന്നും ആക്യുറസി ഒന്നും ഒരിക്കലും ഈ സാധനം നമുക്ക് തരത്തില്ല. സോ അപ്പം ഞാൻ പറഞ്ഞു തന്നത്, നിങ്ങൾക്കിതിൻ്റെ സാംസങ്ങിൻ്റെ UIയും സാംസങ്ങിൻ്റെ ആ ഒരു സാധനം തന്നെ. പക്ഷേ പ്രൊവൈഡഡ് ദിസ് തിങ് ഈസ് ഹെവി. വളരെ വെയിറ്റ് കൂടുതലാണിത്. ഞാനത് വളരെ വെയിറ്റ് കൂടുതലാണെന്ന് തന്നെ പറയും. ആ ഒരു കാഴ്ചപ്പാടിൽ ഈ സാധനം യൂസ് ചെയ്യണമെങ്കിൽ ഇതൊരു ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ വാച്ച് യൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് മറ്റേ നോട്ടിഫിക്കേഷൻ വരുന്നു, നിങ്ങൾക്ക് മറ്റേ ഹാൻഡ്സ് ഫ്രീ ആയിട്ട് TWS ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന ഫോണിന്, അതായത് ഫോൺ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൈ വിറയ്ക്കും. ഫോൺ മറ്റേ മെസ്സേജൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൈ കൂടെ തന്നെ നിങ്ങൾ ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മെസ്സേജ് അയക്കുകയോ ഫോൺ എടുക്കുകയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെയൊക്കെയുള്ളൊരു സ്മാർട്ട് ഡിവൈസ് എന്നുള്ള രീതിയിൽ ഈ സാധനം നല്ലതാണ്. പക്ഷേ ഒരു ട്രാക്കർ എന്നുള്ള രീതിയിൽ, അത് ജിമ്മിൽ ഇതൊന്നും ജിമ്മ് ചിന്തിക്കാൻ പറ്റൂല. ഏറ്റവും വലിയ ഫിറ്റ് അതല്ല. അവസാനം ഞാൻ എല്ലാം കഴിഞ്ഞ് ജിമ്മിലൊക്കെ പോയി എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സാധനം തന്നടേ, മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ചെറിയൊരു സാധനം, ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്ത. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ അപ്പം ആരായി? അപ്പം ഒന്ന് ആലോചിച്ച്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും അതും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സാധനത്തിൻ്റെ ബാറ്ററി ലൈഫ് നിൽക്കുന്നത് ഏകദേശം 3 ദിവസത്തെ ബാറ്ററി ലൈഫ് അവർ പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ 3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ചെയ്തിടണം, കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഓഫ് ചെയ്തിടണം, അങ്ങനെ പല സാധനങ്ങളും ഓഫ് ചെയ്തിടണം. പിന്നെ LTE എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്, ഇൻബിൽട്ടാണത്. അതായത് നിങ്ങളുടെ ഫോണിലെ സിമ്മിൻ്റെ ഒരു eSIM പതിപ്പ് നിങ്ങൾക്ക് ഇതിലോട്ട് തട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിമ്മിൽ ഈ സാധനം കൊണ്ടുപോയി ജസ്റ്റ് ഹെഡ്സെറ്റ് മാത്രം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കോള്, മെസ്സേജസ്, വാട്സാപ്പ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരും. അത് ഇൻ്റർനെറ്റും കൂടെ പ്രൊവൈഡഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിം മേടിച്ച് ഈ സിം ആക്കേണ്ട ആവശ്യം ഈ ഒരു സാധനത്തില്ല. വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി.
നിങ്ങളുടേതായ ഈ സിമ്മിൻ്റെ ഒരു ക്ലോൺ വെർഷൻ നിങ്ങൾക്ക് ഇതിലോട്ട് LTE വെർഷനായിട്ട് ഇടാം. ദാറ്റ് ഇസ് ആക്ച്വലി എ ഗുഡ് തിങ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, IP റേറ്റിംഗും കാര്യങ്ങളൊക്കെ കൊണ്ട് കണ്ട് വെള്ളത്തിൽ ചാടാം, കുളത്തിൽ ചാടാം, സ്വിമ്മിംഗ് പൂളിൽ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ അതേപോലെ സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്. സ്ലീപ്പ് ട്രാക്കിങ്ങിൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഈ സാധനത്തിൽ സ്ലീപ്പ് ആപ്നിയ കണ്ടുപിടിക്കുന്ന പരിപാടിയുണ്ട്. ഇത് ഇട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലീപ്പ് ആപ്നിയ വരും, ഉറപ്പാണ്. ഇത് ഇട്ടുകൊണ്ടാണ് നിങ്ങൾ കിടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഒരാൾ കയ്യിൽ റാൻഡം ഇങ്ങനെ ഫുൾ ടൈം നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഉറങ്ങൂ? ആരുറങ്ങും? ഞാൻ ഉറങ്ങൂല. അതുകൊണ്ട് ഞാൻ പറയും, വെയിറ്റ്, ഇതിൻ്റെ ഒരു വെയിറ്റിൻ്റെയാണ് പ്രശ്നം. ഞാൻ അതാണ് പറഞ്ഞത്, ഈ സാധനം മേടിക്കില്ല. ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞ പതിപ്പായ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 7 ആണോ 8 ആണോ ഏത് വാച്ചാണോ അത് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഏർപ്പാടാണിത്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ സകല സാധനങ്ങൾ വരും. നിങ്ങൾ ബ്ലൂടൂത്തിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കോൾ പരിപാടി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനത്തിൻ്റെ ഒരു മെയിൻ വില്ലൻ ഇതിൻ്റെ വെയിറ്റാണ്. പിന്നെ ബാറ്ററി ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 2-3 കോമഡി ഉണ്ട് ബാറ്ററി ലൈഫിൽ. ഒന്ന്, നിങ്ങൾക്ക് ഈ കണ്ടിന്യൂസ് ഇതൊക്കെ ഇടുകയാണെങ്കിൽ 2 ദിവസത്തെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക്, അതായത് രണ്ട് ദിവസവും ആ ദിവസത്തിൻ്റെ രാവിലെ ഒരു ഇത്തിരി സമയവും. ബിക്കോസ് ഇത് രാത്രി നിങ്ങൾ ഒന്നും ചെയ്യാതെ എടുത്ത് സൈഡിൽ വെച്ച് കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഇവിടെ ഒരു 8% ബാറ്ററിയൊക്കെയാണ് മറ്റേ കരിഞ്ഞ് തീരണം. അത് ഞാൻ ഇനി എന്തെങ്കിലും സെറ്റിങ്സ് ഓണായി കിടക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഇനി കിടക്കാൻ പോണ സമയത്ത് നമ്മൾ മറ്റേ പവർ സേവിങ് മോഡ് ഓൺ ചെയ്തിട്ട് മാറ്റി വെക്കണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് പറഞ്ഞാലും ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ സാധനം ഞാൻ എൻ്റെ കൈ കിട്ടാതെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരു 8% ബാറ്ററി ചുമ്മാ പോവും. അത് എന്തൊരു ബാറ്ററി ഡ്രെയിനിങ് ഇടേ അത്. ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ സാധനം അങ്ങനെ എരിയണത്? എനിക്ക് മനസ്സിലായില്ലത്. അപ്പോൾ അങ്ങനെ ഒരു കോമഡി പരിപാടി ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ദിവസത്തെ ബാറ്ററി ലൈഫ് കിട്ടും വിത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ എവറിത്തിങ്. പിന്നെ ഞാൻ പിന്നെ മറ്റേ ഈ റഗ്ഡാണ്, കൊണ്ടിടിക്കാൻ ബഹളം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മറ്റേ ആക്ഷൻ ബട്ടൺ എന്നൊരു പരിപാടി വരുന്നുണ്ട്. ഇത് നെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കൗട്ടിൻ്റെ പരിപാടിയിലോട്ട് നിങ്ങൾക്ക് കയറാം. പിന്നെ കുറേ നല്ല വാച്ച് ഫേസസ് ഉണ്ട്. നല്ല കുറേ വാച്ച് ഫേസസ് നമ്മുടെ സാംസങ് ഇൻബിൽട്ടായിട്ട് തരണുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ പറയാം, ആപ്പൊക്കെ അടിപൊളി തന്നെയാണ്. ഈ സാധനം എടുത്തതിന് ശേഷം വേറെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ സാംസങ് ഹെൽത്തിൻ്റെ ഒരു ആപ്പുണ്ട്. അത് കഴിഞ്ഞ് ECGക്ക് വേറൊരു സെപ്പറേറ്റ് ആപ്പുണ്ട്. ECG എടുക്കാൻ എളുപ്പമാണ്. നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നെക്കിക്കൊണ്ട് ECG വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, പക്ഷേ പക്ക ആക്യുറേറ്റ് ഒന്നും അല്ല. നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് ഒന്നും അതിൽ നിന്നൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ECG പരിപാടി ഇത് തരത്തുള്ളൂ. പിന്നെ ബ്ലഡ് പ്രഷർ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം ആദ്യം വാച്ച് കെട്ടിയതിന് ശേഷം നിങ്ങൾ ഇതിങ്ങനെ നമ്മൾ റാപ്പ് അറൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ പുതുക്കൂലേ, അത് വെച്ചിട്ട് ആദ്യം ഒന്ന് ചെയ്യണം. ആ സമയത്ത് തന്നെ ഈ സാധനം ഓൺ ആയിരിക്കണം, ഈ ബ്ലഡ് പ്രഷറിൻ്റെ. അപ്പം ആ റീഡിങ് ഇതിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇതൊരു അനാലിസിസ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ECG ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു റഫായിട്ടുള്ളൊരു സാധനമാണ് കിട്ടുന്നത്. അതൊരിക്കലും ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് പ്രഷർ പരിപാടി അല്ല. അപ്പോൾ എന്തിനാണെങ്കിൽ അതൊക്കെയാണ് എനിക്ക് ഈ സാധനത്തിനെ പറ്റി പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾക്ക് ചുമ്മാ കൈ കെട്ടിക്കൊണ്ട് നിങ്ങളുടെ ഫോണും കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പക്ക പ്രോപ്പർ വാച്ച് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം, ഈ അൾട്ര എന്ന് പറഞ്ഞ മോഡൽ. അല്ലാത്തവർക്ക് വാച്ച് 7 ഏതാണ് അതിൻ്റെ ഒരു 1 സ്റ്റെപ്പ് താഴെ നിൽക്കുന്ന വെയിറ്റ് കുറഞ്ഞ സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോയി കെട്ടിക്കൊണ്ടിട്ട് പോയാലും ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നമ്മുടെ കയ്യിൽ ആ സാധനം കിടക്കുന്നു എന്നുള്ളൊരു ഫീലും. ഇതിപ്പം പുഷപ്പൊക്കെ എടുക്കുന്ന സമയത്ത് ഈ സാധനം ഉണ്ടല്ലോ, ഒരു കംഫർട്ടും അല്ല നമ്മൾ പുഷപ്പൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ. അതാണ് എനിക്ക് ഈ ഒരു വാച്ചിനെ പറ്റി പറയാനുള്ളത്. ഇതൊരു ലൈഫ് സ്റ്റൈൽ വാച്ചാണ്. അതായത് ഞാൻ പിന്നെ എടുത്തു പറയാം, നിങ്ങൾക്ക് ഫോണൊക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മറ്റേ ബ്ലൂടൂത്ത് ഫോണ് എടുക്കാനും അതിനും ബഹളവും, നിങ്ങൾ വല്ല നടക്കാൻ പോവുകയോ ഓടാനൊന്നും പറ്റൂല, വെറുതെ നടക്കാനോ അതിനൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വാച്ചടേ ഒരു വാച്ച് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഓക്കെയാണ്. അല്ലാതെ ഇതൊരു ഫിറ്റ്നസ് ട്രാക്കിങ്, അല്ലാതെ ഫിറ്റ്നസ്സിനെ പറ്റിയിട്ട് അങ്ങനെ നമ്മൾ ജിമ്മിൽ ജിമ്മ് ഇട്ടുകൊണ്ട് പടക്കൂല. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരു ഭയങ്കര വെയിറ്റാണിത്. ഇത്രയും വെയിറ്റുള്ള സാധനം നമുക്ക് ജിമ്മിൽ ഇടാൻ പറ്റില്ല. ജിമ്മെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രൈ ഫിറ്റ് വസ്ത്രങ്ങളും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മറ്റേ ജിം എക്യുപ്മെൻറ്റ്സ് ഒക്കെ, അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ റണ്ണിങ് ഷൂസൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ലൈറ്റായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് വി ഹാവ് ടു മൂവ്, ഇല്ലേ? നമ്മൾ നന്നായിട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലമാണത്. ആ സ്ഥലത്ത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ജമുട്ട ഹെവി സാധനം ഇട്ടുകൊണ്ട് നമുക്ക് ആ സാധനം ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് വൂപ്പ് ഒരു പോയിൻ്റായിട്ട് നല്ലൊരു സാധനമാണ്. വൂപ്പ് നല്ലതാണ്, അല്ലെങ്കിൽ ഗാലക്സി റിങ് നല്ലതാണ്. പക്ഷേ ഗാലക്സി റിങ് എക്സ്പെൻസീവാണ്, അല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നുമില്ല. വൂപ്പ് അത് തന്നെയാണ് അവസ്ഥ. വൂപ്പിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസത്തെ ബാറ്ററി ലൈഫേ ആ സാധനം തരത്തുള്ളൂ.
വളരെ ശോകമാണ്. പിന്നെ അതേപോലെ ചാർജ് ചെയ്യാനായിട്ട് വൂപ്പ് മെനക്കേടാണ്. മറ്റേ അവരൊരു ഉണ്ട സാധനം തരും, അതിനെ ചാർജ് ചെയ്തിട്ട് ഈ സാധനം ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് അത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ സാധനത്തിന് ചാർജ് ചെയ്യണം. ബിക്കോസ് ആ ഒരു ഉണ്ട സാധനം ഒറ്റ ചാർജ് ചെയ്യത്തുള്ളൂ, ഫുൾ ചാർജ്. അങ്ങനെ കുറേ മെനക്കെട്ട പരിപാടിയാണ് വൂപ്പിലുള്ളത്. പിന്നെ ആപ്പിൾ വാച്ച് ഉണ്ട്. ആപ്പിൾ വാച്ച്, ചെറിയൊരു ആപ്പിൾ വാച്ച്, ഞാൻ മറ്റേ പറയും സീരീസ് 10-ന്റെ 42 മില്ലിമീറ്ററിന് വരുന്ന ആ ഒരു ആപ്പിൾ വാച്ച് മേടിച്ച് നിങ്ങൾ കയ്യിൽ മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ മറ്റേ ഈ ലൂപ്പ് അത് ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്, പക്കയായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാർമിൻ ഉണ്ട്. ഗാർമിൻ ഗംഭീര ഓപ്ഷനാണ്. ഗാർമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്, വില കൂടുതലാണ്. ഏകദേശം 3500-4000-ൻ്റെയൊക്കെ സാധനം കിട്ടും. ഗാർമിൻ്റെ ഫീലിക്സ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞൊരു സാധനമുണ്ട്, കിട്ടിലൈറ്റമുണ്ട്. അതിൽ സത്യം പറഞ്ഞാൽ ഗാർമിൻ്റെ ആപ്പിൽ നമുക്ക് വർക്കൗട്ട് വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ലെഗ് ഡേക്ക് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള വർക്കൗട്ട് ഇത് നമുക്ക് ഒരു ഡിസ്പ്ലേയിൽ തന്നെ വരും. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ലഞ്ചസ് ചെയ്യണം എന്നൊക്കെ ഉള്ള സാധനം വരും. പിന്നെ ട്രാക്കിങ്, GPS പരിപാടിയൊക്കെ കിടിലമാണ്. ട്രക്കിങ്ങിന് പോണവർക്ക് കിടിലമാണ്. അണ്ടർ വാട്ടർ മറ്റേ മുങ്ങിപ്പോണവന്മാർക്ക് കിടിലമാണ്. പക്ഷേ ഗ്ലാമർ അല്ല ഗാർമിൻ. അത് ഇതുപോലത്തെ മറ്റേ ഒഴുകുന്ന മറ്റേ UI-യും ഒഴുകുന്ന മറ്റേ കിടിലം വാച്ച് ഫേസസും കിടിലം ഭയങ്കര സോഫ്റ്റ് ആൻഡ് മറ്റേ ഇങ്ങനെ ഒഴുക്കുണ്ടല്ലോ, ഇതിൻ്റെ ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കുമ്പോഴൊക്കെ ഇങ്ങനെ റെസ്പോൺസൊക്കെ ഉണ്ട്. ഇതുപോലെയൊന്നും അല്ല ഗാർമിൻ. ആ ഗാർമിനൊരു ചെറിയ പിടുത്തമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗാർമിൻ പറ്റൂല. ബിക്കോസ് ആ പൈസയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ അയ്യോ എന്ന് പറയും. പക്ഷേ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ട്രക്കിങ്ങും സ്വിമ്മിങ്ങും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഗാർമിൻ്റെ പ്രോഡക്റ്റ്സ് കിടിലമാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സാധനം ദൈവത്തിനെ ഓർത്ത് എൻ്റെ ഈ കാഴ്ചപ്പാടാണ്. ഞാൻ പ്യുവർലി ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. നിങ്ങൾക്ക് വേറെ പെർസ്പെക്റ്റീവാണ്, നിങ്ങൾക്ക് അത് പറയാം. ഐ തിങ്ക് ദിസ് ഈസ് നോട്ട് എ ഗുഡ് പ്രോഡക്റ്റ് ഫോർ ജിം പർപ്പസ്. നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു വാച്ച് വേണം, ഒരു സ്മാർട്ട് വാച്ച് എന്നുള്ളൊരു കാഴ്ചപ്പാടാണെങ്കിൽ ഇതിട്ടുകൊണ്ട് നടക്കാം. അല്ലാതെ ഇത് ജിമ്മിൽ പോകുമ്പോൾ കെട്ടിക്കൊണ്ട് നടക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് പറയുക. ബിക്കോസ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഹെവി സാധനം വെച്ച് എങ്ങനെയാണ് വർക്കൗട്ടൊക്കെ, ഒരു രക്ഷയില്ല. എസ്പെഷ്യലി നമ്മളൊരു HIIT പോലത്തെയൊക്കെ സാധനം ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ് യർ. ഞാൻ പറയും നമ്മൾ ഒന്ന് നല്ല ടൈറ്റായിട്ട് ഈ സാധനം കെട്ടണം. ഇതിൻ്റെ സ്ട്രാപ്പൊക്കെ നല്ല സ്ട്രാപ്പൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, നല്ല ക്വാളിറ്റി സാധനമൊക്കെ തന്നെയാണ്. പക്ഷേ ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് എ വാച്ച്, ഇറ്റ്സ് എ പ്രോപ്പർ വാച്ച്, ഇറ്റ്സ് എ സ്മാർട്ട് പ്രോപ്പർ വാച്ച്. അല്ലാതെ ദിസ് ഇസ് നോട്ട് സംതിങ് നമ്മൾ ജിമ്മിൽ ഇട്ടുകൊണ്ട് പോകാൻ. ഞാൻ പറയും ജിമ്മിൽ അവർ തന്നെ സാധനം തന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. ആ ഒരു സാധനം കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സകല ഇൻഫർമേഷനും അതിൽ വരും. നമ്മൾ എത്ര കാലറി ബേൺ ചെയ്ത്, നമ്മൾ എത്ര ഹാർട്ട് ബീറ്റ് പോകുന്നുണ്ട് ഒക്കെ അതിൽ വരും. അതിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിപ്പോൾ അബദ്ധം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ വല്ലപ്പോഴൊക്കെ ചുമ്മാ കൈ കിട്ടണം. ഇപ്പം നമ്മളിപ്പോൾ വെറുതെ വീട്ടിൽ നടക്കൂലേ, ജിമ്മിൽ പോവാതെ വെറുതെ നമുക്കിങ്ങനെ ഇതും കെട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കാം. അല്ലെങ്കിൽ പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓറഞ്ച് ടീഷർട്ടൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടി മാച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് എനിക്ക് ഗാലക്സി വാച്ച് അൾട്രയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ സെയിം അഭിപ്രായമാണെങ്കിൽ, നിങ്ങൾ ഈ വാച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ വന്ന് ഡെഫിനറ്റ്ലി പറയാം. സോ ദാറ്റ് ആൾക്കാർക്ക് അത് കണ്ടിട്ട് ഇത് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കാം. ഇതെൻ്റെ മാത്രം പെർസ്പെക്റ്റീവും റിവ്യൂ ആണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയാണോന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകട്ടെ. പിന്നെ വളരെ നല്ല കാര്യം, പോലീസ്, നമ്മുടെ കേരള പോലീസും മറ്റേ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യണം, പിള്ളേരെയൊക്കെ എടുത്തിട്ട് ബാൻ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. ഇനിയും കുറേ എണ്ണത്തിന് ബാൻ ചെയ്യാനുണ്ട്. അവരെയൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് അങ്ങനെ ചെയ്താലേ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ. ഒന്ന് കിട്ടണം അവിടെ നല്ല രീതിയിൽ 2 കൊട്ട് കിട്ടിയാലേ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ. ബിക്കോസ് കണ്ടവന്മാരെ കാശ് വെച്ച് കളിക്കുന്ന പരിപാടിയോ, കണ്ടവന്മാരെ കാശിന് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിന് യാതൊരു വിലയും കൊടുക്കാതെ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ലീഗൽ ആപ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാത്തിനും ഇമ്മാരി പണി കൊടുക്കണമെന്ന് ഞാനും വളരെ എൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്കുണ്ട്, ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. കേരള പോലീസിന് ഒരു വലിയ ക്ലാപ്പടി അതിന് വേണ്ടിയിട്ട്. എന്താണെങ്കിലും ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാണ്, ഡോണ്ട് പറ്റിക്കൽ പീപ്പിൾ. ഓക്കെ, അതാണ്. അപ്പോൾ ഞാൻ പോകട്ടെ, ബൈ. ഗൈസ്, ഒരു ക്വിക്ക് അപ്ഡേറ്റ്. ഞാൻ മറ്റേ തട്ടിയിട്ട് ഞാൻ സാധാ 14mm വരുന്ന സാംസങ് ഗാലക്സി വാച്ച് 7 മേടിച്ച്. ബിക്കോസ് ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ഇതാണ് പെർഫെക്റ്റ് സൈസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. നിങ്ങൾ ജിമ്മിലൊക്കെ പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടിന് വേണ്ടി സാധനം മേടിക്കുകയാണെങ്കിൽ മേക്ക് ഷുവർ യു ബൈ ദിസ് ഓർ ദി അതർ വൺ. ബിക്കോസ് മാക്സിമം വെയിറ്റ് കുറഞ്ഞിട്ട് നമ്മളുടെ സാധനങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ സാധനമല്ല ഇങ്ങനെ നടക്കണം. അതും നടക്കാൻ പോകുമ്പോഴും ഓടാൻ പോകുമ്പോഴും വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പക്കയായിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ ഗൈറോസ്കോപ്പിൻ്റെയൊക്കെ ഒരു മഹത്വമായിരിക്കും.
എന്താണെങ്കിലും ഹാർട്ട് റേറ്റ് മോണിറ്ററും കാര്യങ്ങളും ഒക്കെ നിന്ന് ECG സാധനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് മേടിക്കാനായിട്ട് ആമസോണിൽ ദുബായിലൊക്കെ ആണെങ്കിൽ 500 ദിർഹമാണ് വരുന്നത്. നാട്ടിലാണെങ്കിൽ അറിയാലോ നല്ല കത്തിയാണ്, നാട്ടിലെല്ലാം കത്തിയാണ്, 30-35 രൂപയൊക്കെ ആയിരിക്കും. ആ പൈസയ്ക്കൊന്നും ഇത് മേടിക്കാൻ ഞാനും പറയൂല, വേസ്റ്റാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ 15 രൂപയൊക്കെ നിങ്ങൾ പുഷ് ചെയ്യുകയാണെങ്കിൽ മറ്റേ OnePlus Watch 6 കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. വെയർ OSൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് പറഞ്ഞാൽ ഇതും വെയർ OS തന്നെയാണ്. എന്താണെങ്കിലും ഞാൻ ഇതിലോട്ട് മാറിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഐ തിങ്ക് ദിസ് ഈസ് ദ പെർഫെക്റ്റ് സൈസ് ഇഫ് യു ആർ ലൈക്ക് പ്രോപ്പർ ജിമ്മ് എന്നൊക്കെ ഒരു ചിന്തയിൽ പോവുകയാണെങ്കിൽ. മറ്റത് ഭയങ്കര ബൾക്കിയും ഭയങ്കര വെയിറ്റും ശോകമായിരുന്നു. അപ്പോൾ എന്തിനാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനം മേടിച്ചു.